അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂർ ആണ് നാം പഠിച്ചു കൊണ്ടിരിക്കുന്നത്. സൂറത്തുൻ നൂറിലെ 20 ആയത്തുകൾ കഴിഞ്ഞ 5 ക്ലാസ്സുകളിലായി നാം പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഓരോരുത്തരും ഈ വോയിസുകൾ ആവർത്തിച്ച് കേട്ട് നന്നായി കാര്യങ്ങൾ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി എല്ലാ സഹോദരിമാരോടും ഉണർത്തുകയാണ്. കഴിഞ്ഞ ആയത്തുകളിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്കെതിരെ ഉണ്ടായ മുനാഫിക്കുകൾ നേതൃത്വം കൊടുത്ത അപവാദ പ്രചരണത്തെക്കുറിച്ചുള്ള വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാഗം തന്നെയായ 2 ആയത്തുകൾ കൂടെ നമുക്ക് പറയാനുണ്ട്. 21-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم. മേൽപ്പറഞ്ഞ ആയത്തുമായി ബന്ധപ്പെട്ട ഒരു ആശയം തന്നെയാണ് ഈ സൂറത്തിൻ്റെയും ഈ സൂക്തത്തിൻ്റെയും ഈ ആയത്തിൻ്റെയും ആശയം. അതായത് മേൽപ്പറഞ്ഞ അപവാദ പ്രചരണങ്ങളിലേക്കെല്ലാം ചില ആൾക്കാരെ കൊണ്ടെത്തിച്ചത് സത്യത്തിൽ പിശാചാണ്. പിശാച് അവരെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇമേജ് കുറക്കുക, അതിന് ഭംഗം വരുത്തുക, അതൊക്കെയാണ് ഉദ്ദേശം. അതിനുവേണ്ടി പിശാച് ചെയ്യിപ്പിച്ചതാണ് ആ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത്, മുഅ്മിനീങ്ങളായ ആൾക്കാരെ നിങ്ങളൊരിക്കലും പിശാചിനെ അനുധാവനം ചെയ്യരുത്. കാരണം പിശാച് എപ്പോഴും നികൃഷ്ടമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ദുർവൃത്തികൾ, അത് മാത്രമാണ് കൽപ്പിക്കുക. അള്ളാഹുവിൻ്റെ ഔദാര്യമുണ്ടായതുകൊണ്ടാണ് നിങ്ങളിൽ ഒരുപാട് ആൾക്കാർ വിശുദ്ധരായി തീർന്നത്. അള്ളാഹുവിൻ്റെ ഫദ്ലില്ലെങ്കിൽ നിങ്ങൾക്കാർക്കും വിശുദ്ധരായി തീരാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ ഫദ്ല് കിട്ടാതെ പോയ ആൾക്കാർ, അവരാണ് പിശാചിൻ്റെ ഈ വലയിൽ വീണിരിക്കുന്നത് എന്നാണ് ഈ ആയത്തിൻ്റെ ആശയം. അർത്ഥം നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരായ ആൾക്കാരെ, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാൻ, ലാ തത്തബിഉ, നിങ്ങൾ അനുധാവനം ചെയ്യരുത്, നിങ്ങൾ പിന്തുടരരുത്, ഖുതുവാതിശ് ശൈത്വാനി, പിശാചിൻ്റെ ചുവടുകളെ. ഖുതുവാതിശ് ശൈത്വാനി, പിശാചിൻ്റെ ചുവടുകളെ. വമൻ യത്തബിഅ, ആരെങ്കിലും പിന്തുടർന്നാൽ, ഖുതുവാതിശ് ശൈത്വാൻ, ഷൈത്താൻ്റെ ചുവടുകളെ ആരെങ്കിലും പിന്തുടർന്നാൽ, ഫഇന്നഹു യഅ്മുറു, തീർച്ചയായും അവൻ കൽപ്പിക്കുന്നത്, ബിൽ ഫഹ്ശാഇ, ദുർവൃത്തി കൊണ്ടാണ്, വൽ മുങ്കർ, ഹീനകൃത്യവും കൊണ്ടാണ്. ദുർവൃത്തിയും ഹീനകൃത്യവുമാണ് അവൻ കൽപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പിശാചിൻ്റെ ചുവടുകളെ പിന്തുടരരുത്. വലൗലാ ഫളുല്ലാഹി, അള്ളാഹുവിൻ്റെ ഔദാര്യം ഇല്ലായിരുന്നുവെങ്കിൽ, അലൈക്കും നിങ്ങളുടെ മേലിൽ, വറഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ കാരുണ്യവും,
മാ സക്കാ മിൻകും അഹദുൻ, നിങ്ങളിൽ നിന്ന് ഒരാളും ആകുമായിരുന്നില്ല. അള്ളാഹുവിൻ്റെ ഔദാര്യവും അള്ളാഹുവിൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാൾ പോലും ഒരിക്കലും വിശുദ്ധി നേടുമായിരുന്നില്ല. അതാണ് മാ സക്കാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ഒരാൾ പോലും വിശുദ്ധി നേടുമായിരുന്നില്ല. അബദൻ, ഒരിക്കലും. വലാക്കിൻ അല്ലാഹ, പക്ഷേ അള്ളാഹു യുസക്കി, അള്ളാഹു ശുദ്ധീകരിക്കുന്നു. മൻ യശാഉ, അവൻ ഉദ്ദേശിച്ചവരെ. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളെ കൊണ്ട് ശൈത്താൻ പലതും ഇങ്ങനെ ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ശൈത്താൻ പറഞ്ഞതിന് നിങ്ങൾ ശൈത്താൻ്റെ ഒപ്പം ഇങ്ങനെ പോയി കൊടുക്കരുത്, അതിന് പിന്തുടരരുത്. അവൻ എപ്പോഴും നമ്മെ പഴപ്പിക്കാനാണ് ശ്രമിക്കുക. നമുക്ക് ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ തോന്നും ശരി തന്നെ തോന്നും. രണ്ട് കാര്യങ്ങൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നെന്താ വെച്ചാൽ, ഈ പിശാചിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ, പിശാചി എപ്പോഴും നമ്മളെ പഴപ്പിക്കുന്നത് നേരെ ചൊവ്വെ തെറ്റായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടല്ല. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമാണ്. പിശാച് മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത് അവനെ കൺവിൻസ് ചെയ്തുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ യുക്തിയിൽ ഇടപെട്ടുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യുക്തിവാദം എന്നൊക്കെ പറഞ്ഞാൽ പിശാചിൻ്റെ ഒന്നാമത്തെ പ്രവർത്തനമാണ് എന്ന് പറയുന്ന കാര്യം അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉൽപ്പത്തി ചരിത്രത്തിൽ ആദം നബി അലൈഹിസ്സലാമിനോട് ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു. ആദം നബിയോട് ആദരവ് കാണിക്കാൻ വേണ്ടി ഇബ്ലീസിനോട് പറയുകയാണ്. ആ സംഭവമാണല്ലോ മനുഷ്യകുലത്തിലുണ്ടായ ആദ്യത്തെ സംഭവം. ആ സമയത്ത് അവിടെ ഇബ്ലീസ് അള്ളാഹുവിനെ നിഷേധിക്കുന്നുണ്ടോ? ഇല്ല. അള്ളാഹുവിൻ്റെ ഏതെങ്കിലും സിഫത്തുകളെ ഇബ്ലീസ് നിഷേധിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. മറ്റു പലരും പറഞ്ഞതുപോലെ അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് ഇബ്ലീസ് പറയുന്നുണ്ടോ? ഒരിക്കലുമില്ല. അള്ളാഹുവിന് ശരീക്കത്തുൽ ഹയാത്ത്, ജീവിത പങ്കാളിയുണ്ട് എന്ന് പറയുന്നുണ്ടോ? ഒരിക്കലും പറയുന്നില്ല. മറിച്ച് ഇതിലെല്ലാം തികഞ്ഞ വിശ്വാസമുള്ള ആൾ തന്നെയാണ് ഇബ്ലീസ്. നോക്കൂ, ഉദാഹരണമായിട്ട് ഇബ്ലീസും അള്ളാഹുവും തമ്മിൽ നടക്കുന്ന സംഭാഷണം പല സ്ഥലത്തും ഖുർആനിൽ വന്നിട്ടുണ്ട്. അതിലൊരു സ്ഥലത്ത് വന്നത് എന്താണ്? ഖാല റബ്ബി. കണ്ടോ? ഖാല റബ്ബി. ഇബ്ലീസ് പറഞ്ഞു റബ്ബേ, എൻ്റെ റബ്ബേ. ആ അഭിസംബോധനയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇബ്ലീസ് സത്യത്തിൽ അള്ളാഹുവിനെ അള്ളാഹുവായി, അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്നുണ്ട് എന്നത്. ഇനി ഇബ്ലീസ് മറ്റൊരിടത്ത് പറയുന്നു, ഫബി ഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ. ഫബി ഇസ്സതിക, നിൻ്റെ ഇസ്സത്ത് തന്നെയാണ് സത്യം. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ പ്രതാപം എന്നാണ് അർത്ഥം. പ്രതാപം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തിൻ്റെ, പ്രതാപത്തിൻ്റെ അടയാളങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളെയെല്ലാം, ഈ പ്രതാപം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിന് ഈ പ്രതാപം ഉറപ്പാക്കി കൊടുക്കുന്നത് ഈ സിഫത്തുകളാണ്. അപ്പം അതുകൊണ്ട് ഈ സിഫത്തുകളെയെല്ലാം അള്ളാഹു അംഗീകരിക്കുന്നുണ്ട്, ഇബ്ലീസ് അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫബി ഇസ്സതിക എന്ന് പറയുന്നത്. പിന്നെ അന്ത്യനാളിൽ, ഈമാനിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ അന്ത്യനാൾ. അന്ത്യനാളിൽ വിശ്വസിക്കുന്നുണ്ടോ? അന്ത്യനാളിൽ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്താ? ഇബ്ലീസ് പറയുന്നത് റബ്ബി അൻളിർനി ഇലാ യൗമി യുബ്അസൂൻ എന്നാ പറയുന്നത്. എന്നെ അന്ത്യനാൾ വരെ നീ താമസം ചെയ്തു തരണം എന്നാ പറയുന്നത്. അപ്പം അന്ത്യനാളിൽ ഇബ്ലീസ് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് ഇബ്ലീസ് ആട്ടിയോടിക്കപ്പെട്ടവനാവാൻ കാരണം? എന്തുകൊണ്ടാണ് ഇബ്ലീസ്
അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് പുറത്താവേണ്ടി വന്നത്. അതിനൊറ്റ കാരണമാണ്. എന്താണെന്നറിയോ? ഇബ്ലീസ് ഒരു യുക്തി, ഒരു ന്യായം ആണ് അവതരിപ്പിക്കുന്നത്. ഖലഖ്തഹു മിൻ തീൻ, ആദമനെ നീ പടച്ചിരിക്കുന്നത് മണ്ണുകൊണ്ടാണ്. വഖലഖ്തനി മിൻ നാർ, എന്നെ പടച്ചിരിക്കുന്നതോ തീ കൊണ്ടുമാണ്. തീയും മണ്ണും വെച്ച് നോക്കിയാൽ, ഒരു പട്ടികയിൽ നോക്കിയാൽ ഏതാ മേലെ? തീയാണ്. തീയിനാണ് സംഹാര ശക്തിയുള്ളത്, മണ്ണിന് സംഹാര ശക്തിയില്ല. ആയതുകൊണ്ട് കൂട്ടത്തിൽ മേലെ നിൽക്കുന്നത് തീയാണ്. അപ്പോൾ കൂട്ടത്തിൽ മേലെ നിൽക്കുന്ന മൂലകമായ തീയിനെ കൊണ്ട് പടച്ചവനാണ് ഞാൻ, പടക്കപ്പെട്ടവനാണ് ഞാൻ. നീ എന്നോട് സുജൂദ് ചെയ്യാൻ പറയുന്ന ഈ ആദമാവട്ടെ മണ്ണോണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ വലിയ ആളാണ്, ആദം ചെറിയ ആളാണ്. വലിയ ആൾ എങ്ങനെ ചെറിയ ആളെ ബഹുമാനിക്കുക? സ്നേഹിക്കാം. വലിയ ആൾ ചെറിയ ആളോട് സ്നേഹം കാണിക്കാം, പക്ഷേ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല. ബഹുമാനം എന്നുള്ള പറയുന്നത് സ്ഥാനത്താലോ പദവിയാലോ പ്രായത്താലോ ചെറിയ ആൾ വലിയ ആളോട് ചെയ്യേണ്ടുന്ന ബഹുമാനമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്, ഇബ്ലീസ് അള്ളാഹുവിൽ നിന്ന് അട്ടിയോടിക്കപ്പെടാനുള്ള കാരണം ഈ യുക്തിവാദമാണ്. അതാണ് പറഞ്ഞുകൊണ്ട് വന്നത്, ഈ യുക്തിവാദം. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും ഇബ്ലീസ് പറഞ്ഞ് ശരി തന്നെയല്ലേ എന്ന്. കണ്ടോ, അതാണ് യുക്തിയുടെ പ്രത്യേകത. ഇത്തരത്തിലുള്ള യുക്തിയും ഇത്തരത്തിലുള്ള ന്യായീകരണവും വന്നാൽ അത് ശരി തന്നെയാണല്ലോ എന്നെല്ലാവരും പറഞ്ഞു പോവും. അത് ശരി തന്നെയാണല്ലോ. പക്ഷേ അതുകൊണ്ട് എന്താണ് ആത്യന്തികമായി ഉണ്ടാകുക? എന്താ? എല്ലാ നന്മകളിൽ നിന്നും ഇബ്ലീസ് ആട്ടിയോടിക്കപ്പെട്ടു. എല്ലാ നന്മയുടെയും പ്രതിരൂപമായി ഇബ്ലീസ് പരിഗണിക്കപ്പെട്ടു. എപ്പോഴും ഇപ്പം ചില ആൾക്കാർ കഥ പറയാറുണ്ട് ഇബ്ലീസിനെ പറ്റി. ഒരാൾ ഒരു മതിലിൻ്റെ ചോട്ടിൽ, ഒരു വിശ്വാസിയായ ആൾ ഒരു മതിലിൻ്റെ ചോട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയായിരുന്നു. ഒരു പഴയ ദ്രവിച്ച ഒരു മതിലിൻ്റെ ചോട്ടിൽ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അയാളെ കുലുക്കി വിളിച്ചു, എഴുന്നേൽക്ക് വേഗം നിൽക്ക് എന്ന് പറഞ്ഞു. അയാൾ ഇതെന്താ കഥ എന്ന് എഴുതിയിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അവിടെ നിന്ന് പോന്നതും അയാൾ ആ മതിലിൻ്റെ ചുവട്ടിൽ നിന്ന് ഇങ്ങോട്ട് നീങ്ങിയതും മാറിയതും ആ മതിൽ ആണ് പൊളിഞ്ഞു വീണു. എങ്ങോട്ട്? നേരത്തെ ആ മനുഷ്യൻ കടന്നിരുന്ന ഭാഗത്തേക്ക്. അതായത് ഇയാൾ വിളിച്ചു ഉണർത്തിയിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ അയാൾ അതിന് ചോട്ടപ്പെട്ട് മരിച്ചു പോകുമായിരുന്നു. അതാ ആ രംഗത്തു നിന്ന് ഇപ്പോൾ നമുക്കെന്താ മനസ്സിലാകുന്നത്? അയാൾ വല്ലാത്തൊരാൾ തന്നെയാണ്. വല്ലാത്തൊരു സേവന അയാൾ ചെയ്തത്. ഒരു ജീവൻ അയാൾ രക്ഷിച്ചു. അങ്ങനെയല്ലേ നമ്മളെല്ലാവരും പറയാം. സ്വാഭാവികമായും അങ്ങനെയാണ് പറഞ്ഞു പോവുക. അപ്പോൾ ഈ ആൾ വല്ലാത്തൊരു നന്ദിയോടുകൂടെ തന്നെ വിളിച്ചുണർത്തിയ ആളെ വിളിച്ച് ചോദിച്ചു, അല്ല, നിങ്ങൾ എൻ്റെ ജീവൻ രക്ഷപ്പെടുത്തി, നിങ്ങൾ ആരാ എന്ന് ചോദിച്ചു. അയാൾ ഞാനാണ് ഇബ്ലീസ് എന്ന ആൾ. ഇബ്ലീസോ? ഇബ്ലീസ് എന്ന് പറഞ്ഞ ആൾ എല്ലാ മനുഷ്യനെയും കൊല്ലാൻ നടക്കുന്ന ആളാണല്ലോ, കേടുവരുത്താൻ നടക്കുന്ന ആളാണല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങളത് ചെയ്തത്? അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു അത്രേ. ഇതൊരു കഥയാണ് കേട്ടോ, അതുണ്ടായ സംഭവമൊന്നുമല്ല. പറഞ്ഞു അത്രേ, നീയെങ്ങാനും ആ മതിലിൻ്റെ ചോട്ടിൽപ്പെട്ട് മരിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു നിന്നെ പെടുത്തുന്നത് ഷഹീദുമാരുടെ പട്ടികയിലായിരിക്കും. അതായത് നിനക്ക് അള്ളാഹു ഷഹീദിൻ്റെ പ്രതിഫലം തരും. നിനക്ക് ഷഹീദിൻ്റെ പ്രതിഫലം കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. നോക്കൂ, ഇതൊരു കഥയാണ്. പക്ഷെ കഥയാണെങ്കിലും ആ കഥയിൽ കുറേ കാര്യമുണ്ട്. ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇബ്ലീസ് പറയുന്നത് അങ്ങനെ
ഇത് തെറ്റാണ്, നീ അതെടുക്ക്, അതിപ്പോൾ ഇത് ഹറാമാണ്, അതുകൊണ്ട് നീ കള്ള് കുടിക്ക് എന്ന് ഇബ്ലീസ് ഒരിക്കലും പറയില്ല, അങ്ങനെ പ്രേരിപ്പിക്കുകയും ചെയ്യില്ല. വെച്ചാൽ എങ്ങനെയാ ചെയ്യുക? ലഹരി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഓ എന്തൊരു ലഹരിയാ, എല്ലാം മറക്കും. നമ്മുടെ നമ്മുടെ വായിൻ്റെ ഉള്ളിൽ, നമ്മുടെ ചങ്കിൽ ഒക്കെ വലിയ നീറ്റലുണ്ടാക്കും. ആ നീറ്റലിനൊക്കെ വലിയ സുഖമാണ് എന്നൊക്കെ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അങ്ങനെയാണ് ഓരോന്നുണ്ടായത്. ലോകത്ത് വിഗ്രഹാരാധന വന്നതിനെപ്പറ്റി മഹാനായ അബു അൽ ഹസൻ അലി നദ്വി തങ്ങൾ തൻ്റെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ, ഒരു നാട്ടിൽ പണ്ട് കാലത്ത്, ഒരു നാട്ടിൽ, അത് അതിപ്രാചീന കാലത്താണ്, ഒരു നാട്ടിൽ ഒരു നല്ല മനുഷ്യൻ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക, നല്ല കാര്യങ്ങളിൽ മാത്രം ഇടപെടുക, അങ്ങനത്തെ എല്ലാം കൊണ്ടും ഒരു നല്ല മനുഷ്യൻ. ആ നല്ല മനുഷ്യൻ ഒരു ദിവസം രോഗം വന്നു, അയാൾ മരിച്ചു. അയാളുടെ മരണം ആ നാട്ടുകാർക്ക് താങ്ങാൻ കഴിയാത്തതായിരുന്നു. അപ്പോൾ ആ നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് വലിയ സങ്കടത്തിലായിരുന്നു. അത് കണ്ടുകൊണ്ട് ഇബ്ലീസ് അവരുടെ മുമ്പിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്താ നിങ്ങളെ മുഖത്തൊക്കെ ഒരു ഭയങ്കര മ്ലാനത, എന്താ നിങ്ങളെ സങ്കടം? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ അയാളെ പോയാലോ, ആ ഒരു ദുഃഖമാണ് എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾക്ക് ഇനി അയാളെ കാണാൻ കഴിയില്ല എന്നുള്ള ദുഃഖമല്ലേ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ അതാണല്ലോ ഉണ്ടാകുന്നത്, വലിയ ദുഃഖം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യാം, എൻ്റെ അടുത്തൊരു ആശയമുണ്ട്, ഐഡിയ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ ഇപ്പോൾ അയാളെ കണ്ട ആളാണല്ലോ, അയാളെ കണ്ണെങ്ങനെയായിരുന്നു, അയാളെ മൂക്കെങ്ങനെയായിരുന്നു, അയാളുടെ മുഖം എങ്ങനെയായിരുന്നു, അയാളുടെ തല എങ്ങനെയായിരുന്നു, അയാളുടെ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളെ മനസ്സിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഉണ്ടല്ലോ, അത് വെച്ച് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു രൂപം ഉണ്ടാക്കുക. അന്ന് ഫോട്ടോഗ്രാഫി ഒന്നും ഇല്ലാത്ത സമയം, ഒരു രൂപം ഉണ്ടാക്കുക, അത് നിങ്ങളെ വീട്ടിൽ വെക്കുക. അപ്പം നിങ്ങൾക്ക് ഇയാളെ എപ്പോഴും ഓർക്കാൻ പറ്റും, ഇയാൾ നിങ്ങളെ പഠിപ്പിച്ച നന്മകളൊക്കെ ഓർക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു, ശരി തന്നെയാണല്ലോ. കണ്ടോ, ഇതാണ് നമ്മൾ പറയുന്നത്. അവൻ മനുഷ്യന്മാരെ പഴപ്പിക്കുന്നത് അങ്ങനെയാണ്. ഓരോ ന്യായങ്ങൾ, ഓരോ യുക്തികൾ, ശരിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ. അപ്പോൾ അവരങ്ങനെ അതുണ്ടാക്കി, അവരതിനെ ഓരോ വീട്ടിൽ വെച്ചു. പിന്നെ അതാരുടെ നേതാവ്, അതാരുടെ പോർട്രേറ്റാണ്? അവരുടെ നേതാവിൻ്റെ, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ. അപ്പോൾ അതിനോട് അവർക്കൊരു ബഹുമാനം കണ്ടു. ചിലപ്പോൾ ബഹുമാനം കാണിച്ചത് ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചേക്കാം, ഉദാഹരണം പറയണം, അല്ലെങ്കിൽ ഒരു മാലിട്ടുകൊണ്ടായിരിക്കാം, അങ്ങനെ ആയിരിക്കാം. അങ്ങനെ ആ തലമുറയിൽ ആരും ആ രൂപത്തെ ആരാധിച്ചൊന്നും ഉണ്ടാവില്ല. പക്ഷെ അടുത്ത തലമുറ ആയപ്പോൾ ഇത് പാരതാ, ഇതേതോ സിദ്ധൻ്റെതാ, എൻ്റെ ഉപ്പയൊക്കെ ഭയങ്കര ആദരിച്ചിരുന്നു. അങ്ങനെ ആ ആദരവ് പോയിട്ട് എന്തായി, പിന്നീട് ആദരവ് പോയി ആരാധനയായി മാറി. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് നമുക്ക് മനോഹരമായി പറഞ്ഞ് അവതരിപ്പിച്ച് നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവുമെല്ലാം കവർന്നെടുക്കുക എന്നതാണ് ഇബ്ലീസിൻ്റെ ഒരു രീതി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. അതുകൊണ്ട് നിങ്ങൾ പിശാചിനെ പിന്തുടരരുത്. അപ്പോൾ പിന്നെ നമ്മൾ ചിലപ്പോൾ ചോദിക്കും, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ യുക്തി, ചിന്ത ഇതൊന്നും വേണ്ടെന്നാണോ? അല്ല, അതൊക്കെ വേണം. വിശുദ്ധ ഖുർആൻ നമ്മളോട് യുക്തി ഉപയോഗിക്കാൻ പറയുന്നുണ്ട്, ചിന്തിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ എന്തിനുള്ളതാണെന്നറിയോ? അതൊക്കെ സത്യവിശ്വാസത്തിലേക്ക് എത്തിച്ചേരാനുള്ളതാണ്, അല്ലെങ്കിൽ എത്തിച്ചേർന്ന വിശ്വാസത്തെ ബലപ്പെടുത്താനുള്ളതാണ്. അതിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ വിശ്വാസത്തിൻ്റെ പ്രമാണം എന്ത് പറയുന്നു, ഖുർആൻ എന്ത് പറയുന്നു, അള്ളാഹു എന്ത് പറയുന്നു, അള്ളാഹിൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറയുന്നു, പിന്നെ അതേ നോക്കേണ്ടതുള്ളൂ. പിന്നെ അവിടെ യുക്തി നോക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ വിശ്വാസത്തിലേക്ക് എത്തിച്ചേർന്നാൽ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വലത്തെ കൈകൊണ്ടേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അതിനെന്താ കാരണം? എന്താ ഇപ്പോൾ ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ കുഴപ്പം? അതിനൊരു കുഴപ്പമില്ലല്ലോ.
അതാണല്ലോ അവിടെ ഉണ്ടാവും ചിലപ്പോൾ യുക്തി. അതാണല്ലോ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ സദ്യക്ക് ഇരിക്കുമ്പോൾ എല്ലാവരും ചോറ് കഴിക്കുന്നതെല്ലാം വലത്തെ കൈ കൊണ്ടാണ്. അപ്പോൾ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കണതോ അത് ഇടത്തെ കൈ കൊണ്ടാണ്. എന്താ യുക്തി? യുക്തി ഉണ്ട് അവിടെ. എന്താ യുക്തി? യുക്തി ഇത് തന്നെ. അതിപ്പോൾ വലത്തെ കൈയുമ്പോൾ ചോറല്ലേ, അതൊക്കെ ഗ്ലാസ്സുമേ ആയി ആകെ വൃത്തികേടാവും. അതാണ് യുക്തി. ഉണ്ടോ? അപ്പോൾ നമുക്ക് തോന്നും ശരി തന്നെയല്ലേ, അത് നല്ലതല്ലേ. അങ്ങനെയല്ല, ഒക്കെ തന്നെയാണ്. ഇബ്ലീസ് നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. അങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടാണ് നമ്മളെ ഇസ്ലാമിൽ നിന്നും ഈമാനിൽ നിന്നും തന്നെ അകറ്റിപ്പോകുന്നത്. ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെ പ്രത്യേകിച്ചും അങ്ങനെയാണ്. ചില ആൾക്കാർ പറയും ഇസ്ലാമിൻ്റെ വിശ്വാസം, ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ, ആരാധനാ സങ്കല്പം ഇതൊക്കെ വളരെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, എനിക്ക് ഏറ്റവും ബഹുമാനമാണ്, എനിക്കെല്ലാം അംഗീകരിക്കാൻ കഴിയാം. പക്ഷേ ആണിൻ്റെ പകുതിയെ പെണ്ണിന് സ്വത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ പെണ്ണ് എപ്പോഴും ഹിജാബിട്ട് നടക്കണം എന്ന് പറഞ്ഞാൽ അതെനിക്ക് അംഗീകരിക്കാൻ. അങ്ങനെ ഓരോന്ന് ഇന്നത് അങ്ങനെ പോയിട്ട് തുടക്കത്തിലൊക്കെ എങ്ങനെയാക്കാരം, പിന്നെ അവസാനം നിസ്കരിക്കണം. നിസ്കാരം ഒരു നല്ല ആരാധനയാണ്, ഒരു വലിയ മെഡിറ്റേഷനാണ്, ഒരു വലിയ യോഗയാണ്. പക്ഷെ അതിനിങ്ങനെ ഓരോ നേരത്തും ഒരു 5 നേരമൊക്കെ ചെയ്യണമെന്നൊന്നുമില്ല. രാവിലെ വൈകുന്നേരം ഓരോന്ന് ചെയ്താൽ മതി, പോരെ? അത് മതിയല്ലോ. നമ്മൾ തെറ്റൊന്നും ചെയ്തായിരുന്നാൽ പോരെ? നമ്മൾ മദ്യപിക്കണ്ട, നമ്മൾ വിചരിക്കണ്ട, നമ്മൾ അങ്ങനെയൊക്കെ കേവലമായ ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതാണ് അതിൻ്റെ ഒരു പ്രയാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് പിശാചിൻ്റെ വഴികൾ ഏതാണ് എന്ന് തിരിച്ചറിയുക, അതൊരു മുഅ്മിനത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ഖൂലു ആമന്ന, ഉണ്ടോ? അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ കടമയും കർത്തവ്യവും. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും വസ്സഅതി അൻ യുഅ്തു ഉലിൽ ഖുർബാ വൽ മസാഖീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽയഅഫൂ വൽയസ്ഫഹൂ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. വലാ യഅ്തലി, ശപഥം ചെയ്യരുത്, ഉലുൽ ഫളി മിൻകും, നിങ്ങളിൽ ശ്രേഷ്ഠത ഉള്ളവർ, വസ്സഅതി, സാമ്പത്തിക വിശാലതയും ഉള്ളവർ, അൻ യുഅ്തു ഉലിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക് നൽകുന്നതിനെതിരെ ശപഥം ചെയ്യരുത്. അത് നൽകില്ല എന്ന് ശപഥം ചെയ്യരുത്. അപ്പോൾ നിങ്ങളിൽ നിന്നുള്ള മഹത്വമുള്ളവരും സാമ്പത്തിക വിശാലതയുള്ളവരും അടുത്ത കുടുംബാദികൾക്ക് നൽകുകയില്ല എന്ന് ശപഥം ചെയ്യരുത്. വൽ മസാക്കീൻ, മിസ്കീന്മാർക്കും, വൽ മുഹാജിരീന ഫീ സബീലില്ല, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോയ ആൾക്കാർക്കും, വൽയഅഫൂ, അങ്ങനെ കൊടുക്കൂല, ഞാൻ ഇനി ഇന്ന ആൾക്കൊന്നും കൊടുക്കൂല എന്ന് പറയാനുള്ള വല്ല കാരണവും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ വൽയഅഫൂ, അതിനവർ മാപ്പ് ചെയ്യട്ടെ, വൽയസ്ഫഹൂ, അവർ വിട്ടുകളയുകയും ചെയ്യട്ടെ. വൽയഅഫൂ, അവർ മാപ്പ് കളയട്ടെ, മാപ്പ് ചെയ്തു കൊടുക്കട്ടെ. വൽയസ്ഫഹൂ, അവർ വിട്ടുകളയുകയും ചെയ്യട്ടെ. അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ. അള്ളാഹു വേറെ രൂപത്തിൽ പറയാണ്, അതായത് നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളോട് മാപ്പ് ചെയ്യുന്നു. അള്ളാഹു ഗഫൂറുൻ, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ്, റഹീമുൻ, എല്ലാ കാരുണ്യവും ഉള്ളവനാണ്. ഇത് മേൽപ്പറഞ്ഞ സംഭവവുമായി, അതായത് ഹാദിസത്തുൽ ഇഫ്കുമായി തന്നെ ബന്ധപ്പെട്ട ഒരു ആയത്താണ്. അടുത്ത് വരാൻ പോകുന്ന ഏതാനും ചില ആയത്തുകൾ കൂടി അതേ വിഷയത്തിൻ്റെ അനുബന്ധങ്ങൾ തന്നെയാണ്. അത് നമ്മൾ ആ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പേര്, മിസ്തഹ് ബിൻ ഉസാസ്,
ഉബാബ എന്നും പറയാറുണ്ട്. ഏതായാലും മിസ്തഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അപവാദം പറഞ്ഞവരോടൊപ്പം കൂടിയ ഒരാളായിരുന്നു എന്ന് നമ്മൾ നേരത്തെ കേട്ടു. അങ്ങനെ അവസാനം ഇതെല്ലാം കയ്യോടെ പിടികൂടുകയും കാര്യങ്ങളും സംഗതികളും എല്ലാം വെളിച്ചത്ത് വരികയും ചെയ്തപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മാനസിക വിഷമം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ മകളാണ്, വിശുദ്ധയായ മകൾ. മാത്രമല്ല അദ്ദേഹം തന്നെക്കാളേറെ ഇഷ്ടപ്പെടുന്ന തൻ്റെ പ്രവാചകനായ തൻ്റെ ഹബീബിൻ്റെ പ്രിയപത്നി, അവരെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയതാണെങ്കിലോ കൊള്ളരുതാത്ത ആളാണെന്നോ കള്ളം പറയുന്ന ആളാണെന്നോ ഒന്നുമല്ല, മറിച്ച് വ്യഭിചരിച്ചു എന്നുള്ള ആരോപണമാണ് നടത്തിയത്. മഹാദനല്ലോ, വലിയ ഗുരുതരമായ തെറ്റല്ലേ. അപ്പോൾ അത്രയും വലിയ തെറ്റ് ചെയ്തപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ശപഥം ചെയ്തു. ഞാനിനി മിസ്തഹിന് ഒന്നും കൊടുക്കൂല എന്ന്. മിസ്തഹ് സത്യത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരാശ്രിതനായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവർ തമ്മിൽ അടുത്ത ബന്ധമോ കുടുംബമോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായിരുന്നാലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അയൽവാസിയായിരുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ആശ്രിതനുമായിരുന്നു അദ്ദേഹം. അപ്പോൾ പലപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു മിസ്തഹിനെ സഹായിക്കും, കൈ അയച്ച് അയാൾക്കും അയാളുടെ കുടുംബത്തിനും വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ തൻ്റെ മകൾക്കെതിരെ അപവാദം പറഞ്ഞു പരത്തിയ ആളാണ് ഇയാൾ എന്ന് വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ശപഥം ചെയ്തു, ഇനി ഞാൻ മിസ്തഹിന് ഒന്നും കൊടുക്കൂല എന്ന് ശപഥം ചെയ്തു. ആ ശപഥം കടുത്ത തീരുമാനമാണ്. ശപഥം എന്ന് പറഞ്ഞാൽ കടുത്ത തീരുമാനമാണ്. കടുത്ത തീരുമാനങ്ങളൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാൻ്റെ നിലപാട്. അതുകൊണ്ടാണല്ലോ നമ്മൾ നീ എപ്പോഴാണ് വരിക, ഞാൻ നാളെ വരാം, അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. ഇൻഷാ അല്ലാഹ് നാളെ വരാം അങ്ങനെ പറയേണ്ടത്, കണ്ടോ? അല്ലെങ്കിൽ അത് കടുത്ത തീരുമാനമായി പോകും. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ തീരുമാനം അള്ളാഹ്ക്ക് വിട്ടുകൊടുത്തു. ഞാനിപ്പോൾ വരണം എന്നാണ് വിചാരിക്കണത്, അള്ളയും കൂടി സമ്മതിക്കുകയാണ് എങ്കിൽ, അള്ളാഹ് അതിന് വേണ്ടുക തരികയാണ് എങ്കിൽ ഞാനും വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു വിനയമുണ്ട്, അതിൻ്റെ ഉള്ളിൽ ലാഘവത്വമുണ്ട്. അങ്ങനെ ആയിരിക്കണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു നല്ല സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ ഈ സമുദായത്തിലെ ഒന്നാമനാണ്. അത്രയും ശ്രേഷ്ഠതയുള്ള ആളാണ്, അത്രയും മഹത്വമുള്ളതാണ് അദ്ദേഹം. ഒരു കാര്യം ചെയ്താൽ അത് ഒരു ദുഷ്ടലാക്കോടുകൂടെ ചെയ്യുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസം, നബിയോടുള്ള വിധേയത്വം, അതിൻ്റെയൊക്കെ തീവ്രത കൊണ്ടും അതിൻ്റെയൊക്കെ ശക്തി കൊണ്ടും തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ അള്ളാഹുവിന് അതിഷ്ടമില്ല, അങ്ങനെ ശപഥം ചെയ്യാൻ പാടില്ല. എല്ലാം ആത്യന്തികമായി തീരുമാനിക്കാനുള്ള അവകാശം അത് അള്ളാഹുവിന് മാത്രം വിട്ടുകൊടുക്കണം. നമ്മളൊക്കെ അവൻ്റെ അടിമകൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ വലിയ വർത്തമാനങ്ങളൊന്നും നമ്മൾ പറയാൻ പാടില്ല, നമ്മൾ ചെറിയ വർത്തമാനങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് അങ്ങനെ പറയരുത് എന്നായിരുന്നു അള്ളാഹുവിന് താല്പര്യം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ആയത്ത് ഇറക്കിയത്. ഇതിൽ അള്ളാഹു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉലുൽ ഫളൽ, അവിടെ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, അത് മനോഹരമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ 2 മഹാഗുണങ്ങൾ അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. ഉലുൽ ഫളൽ, മഹത്വമുള്ള ആൾ, മഹാനായ ആൾ. വസ്സ, ഹൃദയവിശാലതയുള്ള ആൾ. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയവിശാലത കൊണ്ട് അടിമച്ചങ്ങലയിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാർ എത്രയാ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണല്ലോ ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആൾക്കാർ. അപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ മഹത്വം അള്ളാഹു അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ ശപഥം ചെയ്യരുത്, നിങ്ങൾ മാപ്പ് കൊടുക്കാൻ ശീലിക്കുക, നിങ്ങൾ വിട്ടുകളയാൻ തീരുമാനിക്കുക. അതാണ് വല്യസ്ഫഹു വല്യഅഫു വല്യസ്ഫഹു, നിങ്ങൾ മാപ്പ് ചെയ്യാനും നിങ്ങൾ വിട്ടുകളയാനും തയ്യാറാവുക. അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരണം നിങ്ങൾക്ക് ആഗ്രഹമില്ലേ എന്ന് തുടർന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അള്ളാഹു
നമ്മോട് മാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളും മാപ്പ് ചെയ്യുന്ന ആൾക്കാരായി തീരേണ്ടതുണ്ട് എന്ന് ചുരുക്കം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.